ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് മൺട്രോ ഐലൻഡിൽ പോവുകയാണ്. അന്ന് ചീറ്റിപ്പോയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മൺട്രോ ഐലൻഡ് ചീറ്റിപ്പോയല്ല, അരവിന്ദിൻ്റെ ഹിമാലയൻ 450 ചതിച്ചതാ ഗൈസ്. ബാക്ക് ബ്രേക്ക് പോയിട്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഇതാ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്ക്. സോ ഇന്ന് നമ്മൾ ഒരു റൈഡ് വീഡിയോ ആണ്, ഒരു ഡ്രൈവ് വീഡിയോ ആണ്. കാരണം ഞാനിപ്പോൾ അരവിന്ദിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ അവിടുന്ന് കാറും എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഡിക്കാത്ലോണിലൊന്ന് കയറണം. ഈ കയ്യിലിട്ടിരിക്കുന്ന സ്ലീവ് 2 മേടിക്കണം. സോ അതുകൊണ്ട് ഡിക്കാത്ലോണിലും കയറിയിട്ട് നമ്മൾ നേരെ മൺട്രോ ഐലൻഡിൽ പോകുന്നു. സോ ഇന്ന് ബൈക്കിൽ നമ്മൾ പകുതി വരെ പോകുന്നുള്ളൂ. അതിൻ്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫിഷിങ്ങിനാണ് പോകുന്നത്. സോ ഒരു 3 ഫിഷിംഗ് റോഡും കുറേ ഐറ്റംസൊക്കെ നമുക്ക് വണ്ടിയിൽ വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിപ്പം എൻ്റെ വണ്ടി എടുത്തില്ല, കാരണം കഴുകൂട്ടമൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് അരവിന്ദിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്ക് ഒരു നേരമാവും. അതുകൊണ്ട് അരവിന്ദിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അരവിന്ദ് അവിടെ ഫിഷിങ്ങിൻ്റെ എല്ലാ സംഭവവും കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ബാക്ക് പാക്ക് ഉണ്ട്, അതിൽ ഫുള്ള് ക്യാമറ ഐറ്റംസൊക്കെയാണ്, ട്രൈപോഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. സോ നല്ല ഡ്രോൺ ഷോട്ട്സൊക്കെ എടുക്കണമെന്നുണ്ട്. നമുക്കെന്തായാലും നോക്കാം. നമുക്കിപ്പോൾ നേരെ ഡിക്കാത്ലോണിൽ പോവാം. ഈ കയ്യിലിട്ടിരിക്കുന്ന സ്ലീവ് എന്തായാലും കൊള്ളാം ഗൈസ്. ഇത് സ്ലീവല്ല, ഈ ഗ്രേ കളർ അത് ബാൻഡേജാണ്. ഞാനൊന്ന് പറഞ്ഞില്ല, റെസ്റ്റിൽ പണി കിട്ടിയത്, അത് കുറച്ച് വലിയ പണി തന്നെയാണ്. സോ ഈ ബാൻഡേജ് എപ്പോഴും ഇട്ട് വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. റൈഡ് ചെയ്യാൻ പാടില്ലാത്തതാണ്, ബട്ട് കുഴപ്പമില്ല, റൈഡ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ ഹിമാലയൻ ഇന്ന് എടുത്തില്ല, കാരണം ഒരു മെയിൻ റൈഡ് വീഡിയോ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡ്യൂക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഡ്യൂക്ക് ഇപ്പോൾ ഏകദേശം 8500 കിലോമീറ്ററായി. 10,000-ൻ്റെ സർവീസ് ചെയ്യാറാവുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ മഴയും ഉണ്ട്. എന്നാ ക്ലൈമറ്റാണ് എന്തോ ഗൈസ്. ലൈറ്റ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, കാരണം എന്തായാലും ചൂടെടുത്ത് വേർക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈ ആവും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട്. ഇത് ഡിക്കാത്ലോണിൽ നിന്ന് മേടിച്ച ടീഷർട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പാൻസും അത്യാവശ്യം നല്ലൊരു പാൻസാണ്, റയർ റാബിറ്റിൻ്റെ ആണ്. അപ്പോൾ മൺട്രോ തുരുത്തി പോയിട്ട് മെയിൻലി നമ്മളിന്ന് ഫിഷിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു വള്ളം എടുക്കണം. അന്നത്തെ പ്ലാൻ തന്നെയാണ്, പക്ഷെ അന്ന് നമുക്ക് ഫിഷിംഗ് പ്ലാനിൽ ഇല്ലായിരുന്നു. ബട്ട് ഇന്നത്തേൽ ഫിഷിംഗ് ഉണ്ട്. കിട്ടുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങോട്ട് പോകുന്നതാണ് കുറച്ച് ചടങ്ങ്. അവിടെ ബൈപ്പാസ് എല്ലാം പണി കിടക്കും, അതാണ് കുറച്ച് സീന്. അരവിന്ദിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് എടുക്കത്തുള്ളൂ. അപ്പം നമ്മളെത്തുമ്പോൾ ഒരു 3-3:30 ആവുമായിരിക്കും. ആ ടൈമാണ് നമുക്ക് വേണ്ടത്, കാരണം അപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്ന് താഴും. പിന്നെ നമുക്കവിടെ വെള്ളത്തിൽ പോകുമ്പോൾ അധികം വെയിലൊന്നും കൊള്ളേണ്ടി വരത്തില്ല. അത്യാവശ്യം ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജ്. അത്യാവശ്യം ബ്ലോക്കുണ്ട് ഗൈസ്. ഒന്നാതെ ചൂട്, അതിൻ്റെ ഇടയിൽ ഈ ബ്ലോക്കും കൂടെ വരുമ്പോഴാണ് ഫുൾ വേർത്ത് കുളിക്കുന്നത്. ഡിക്കാത്ലോൺ എത്തി. കാണുന്നതാണ് ട്രിവാൻഡ്രത്തെ ഡിക്കാത്ലോൺ. ഇത് ഒരെണ്ണേ ഉള്ളൂ, കൊച്ചിയിൽ 2 ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് പതുക്കെ യു എടുക്കാം. കാറ് വരെ
കുളമാക്കിയെന്ന് തോന്നുന്നു വ്യൂ എടുക്കുന്ന പരിപാടി. കുഴപ്പമില്ല, നമുക്ക് കയറാം. ഇതാണ് ഗൈസ് ടിക്കറ്റിൽ. പാർക്കിങ് താഴെയാണ്. യെസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എടുക്കേണ്ട സാധനം ഇതാണ്. ഏത് സൈസാണ് എന്തോ. ഇത് ഡബിൾ എക്സൽ മതി. രണ്ട് മതി. ഈ രണ്ട് സാധനം എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നുന്നത്. എടുക്കാം. നമ്മൾ ഡെക്കാത്തലോണിൽ നിന്ന് ഈ ഒരു സ്ലീവ്, ബ്ലാക്ക് സ്ലീവ് മേടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് അരവിന്ദിൻ്റെ വീട്ടിന് അങ്ങോട്ടാണ്. ഞാനിപ്പോൾ ലുലു കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്, വെയിലുണ്ട്. ഇനി കഴക്കൂട്ടം കഴിഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല ബ്ലോക്ക് കാണുമായിരിക്കും. ഇപ്പം മണി ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഒരു 4:30-ക്കകത്തെങ്കിലും നമുക്ക് മൺട്രോ ഐലൻഡിൽ എത്താൻ പറ്റിയ അത്രയും നല്ലത്. ഇത് നോക്കാം. ഒക്കെ ഓടിച്ചോടിച്ച് വണ്ടിക്ക് പവറില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ നല്ല പവർ ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ പവർ കുറഞ്ഞതുപോലെ തോന്നുന്നു. വിച്ച് മീൻസ് നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ടൈം ആയെന്നാണ് എൻജിനും പെർഫോമൻസും. നമുക്ക് നോക്കാം. ഇങ്ങനെ ഓരോരുത്തന്മാരുണ്ട് മെറോ ഊരി വെച്ചിട്ട് ബൈക്ക് ഓടിക്കാൻ. റൈറ്റ് സൈഡിൽ നിന്ന് വരണ വണ്ടിയൊന്നും നോക്കണ്ടല്ലോ അവന്മാർക്ക്. ഇങ്ങനെ കുറേ എണ്ണം. സിഗ്നൽ. അയ്യോ, അരവിന്ദിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു 3 മണിയാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മഴ വരുന്നുണ്ട്. അത്യാവശ്യം മഴയുള്ളൊരു കാലാവസ്ഥയാണ് ഇന്ന്.
നമുക്ക് ഫ്ലൈ ഓവർ എടുത്ത് പോവാം. അതാകുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷെ ഫ്ലൈ ഓവർ ചെന്ന് ഇറങ്ങുന്ന അവിടെയാണ് പണി. അവിടെ ബോട്ടിലിനൊക്കെ ആണ്. ഗൈസ് അങ്ങനെ അരവിന്ദിൻ്റെ വീട്ടിലെത്തി. ഇവിടെ ഒരു ബൈക്ക് ഷോറൂം പോലെയാണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. ഇത് അരവിന്ദിൻ്റെ ഹിമാലയനാണ്. ഇത് നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്, തിങ്കളാഴ്ച കിട്ടും. അതിന് ശേഷം നമ്മൾ റൈഡുകളൊക്കെ പോകുന്നതായിരിക്കും. ഇത് അരവിന്ദിൻ്റെ GT, നമ്മുടെ ഡ്യൂക്കപ്പൻ. സോ നമ്മൾ കാറിൽ ഒരുവിധം ചൂണ്ടയും സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഫുൾ ഏകദേശം 4 ചൂണ്ടയുണ്ട് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഓഫ് ടു മൺട്രോ ഐലൻഡ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്തി വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബോട്ട് എടുത്തിട്ടാണ് നമ്മൾ കനാൽ റൂട്ട് പോകുന്നത്. അവിടെയാണ് മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉള്ളത്. സോ നമ്മൾ അവിടെ നിന്നാണ് ബോട്ടിൽ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ പോണത്. ഈ കാണുന്നുണ്ടോ കിട്ടില്ല ഒരു സീനിക് സ്ഥലം. ഇപ്പം ടൈം ഏകദേശം 5 മണിയായിട്ടുണ്ട്. വെയിലൊക്കെ താഴ്ന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ടിൽ പോണത്. എന്താ ഓൾ സെറ്റല്ലേ അഭിഷേകം? എല്ലാം സെറ്റല്ലേ? പോവാം. ഓ ഗൈസ് അത്യാവശ്യം വെയിലുണ്ട്. നമ്മളിതാ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ അഭിഷേകമാണ് ഇരിക്കുന്നത്. അഭിഷേക അരവിന്ദ് ഇവിടെ റെഡിയാവുക ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടുക. ഓഹോയ് ഓഹോയ്. അരവിന്ദ് എങ്ങോട്ടുള്ള യാത്രയാ? കൊള്ളാം കേട്ടോ. നമ്മൾ ബാഗ് സാധനങ്ങൾ ക്യാമറ എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതോ വണ്ടി ഇതോ അവിടെ തൊട്ട് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തേക്കുന്നു. ലോക്ക് ചെയ്ത് ഈ അപ്പനാണ് തുഴയുന്നത്. ആഴമുണ്ട്, കായലല്ലേ, അത്യാവശ്യം നല്ല ആഴമുണ്ട്. ക്യാപ്റ്റൻ എടാ ഇവിടുന്ന് ഇട്ടോ കേട്ടോ. കാരണം ആഴയില്ലേ, അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ടില്ല. ഒരു ഹോട്ടലുണ്ടായിരുന്നല്ലോ, അത് പൂട്ടിയ. നമ്മളെ ഇവിടുത്തെ ഹോട്ടല് പൂട്ടിയ ആണല്ലേ? ഓ ഇവിടെ പണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അതിപ്പം ക്ലോസ് ചെയ്യും. ഇതെന്തോ ഡാൻസ് സ്കൂൾ എന്തോ ആണ്. വെയിലുണ്ടെങ്കിൽ അത്ര വലിയ ചൂടില്ലല്ലേ? വലിയ ചൂടില്ല ഗൈസ്. അരവിന്ദ് ഫ്രണ്ട് ഇരുന്ന് ചൂണ്ടിരുന്നു. എന്തേ എറിയടാ, മൊബൈല് പോകല്. തൊട്ട് സൈഡിലൊക്കെ കണ്ടോ വീടുകളൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ എവിടെയൊക്കെയോ ആണല്ലേ?
ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ടല്ലേ. ഒരു ദിവസം സ്റ്റേക്ക് വരണം കേട്ടാടാ. നീ എറിഞ്ഞ എവിടെ പോയി? ആ അതെ അതെ, നമ്മൾ കനാലിലോട്ടാ കയറണേടാ, ചെറിയൊരു റൂട്ട്. മറ്റേത് വലിയ ബോട്ടേ പോവുള്ളൂ. ആ ആ അതെ 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 ആ അതെ. നമ്മൾ പോകുന്നത് സാധാരണ വെള്ളം വെച്ചിട്ടാണ്, മോട്ടോർ ബോട്ടല്ല. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ സെൻറ്ററിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ മോട്ടോർ ബോട്ടൊക്കെ ആയിരിക്കും. സോ അതിൻ്റെ സംഭവം ഇവിടെ ഉണ്ട്. അവിടെ കാണുന്നുണ്ടോ? അവിടെ നമുക്ക് ബോട്ട്. ആ അതെ അതെ. എടാ ഞാനും വിഷയം മാത്രമേ കൂടുതലുള്ളൂ കേട്ടോ വീഡിയോയിൽ. നീ ഔട്ടായി. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ട്. എടാ അത് സെറ്റ് ചെയ്തോട്. ഓ അരവിന്ദിന് മീനടിച്ച് പാമ്പല്ലോ ആയിരിക്കും. ആ ഞാൻ കണ്ടൊന്നുമില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യടാ. കൈ കുരുങ്ങില്ല. എനിക്കറിയാം, ഞാൻ സെറ്റ് ചെയ്തിട്ട്. നോട്ട്സാ എന്തിനാ? എന്തൊക്കെയുണ്ട് ഇതിലിപ്പോ? ഓ അത് ഇടണോ അല്ലേ? അതൊക്കെ ഇടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എടാ അടിക്കോടാ, നീ ട്രൈ ചെയ്ത് നോക്ക്. സ്രാവിനെ കിട്ടണം നമുക്കിന്ന്. കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. എടാ ഇവിടെ ആ വള്ളം ഉണ്ട്, മറ്റേ റൗണ്ട്, അതിന്റെ പേരെന്തുവാ? ആ കുട്ടവഞ്ചി. ഉണ്ട്. ഞാൻ ഇതേപോലെ ഇവിടെ ഒരു സ്റ്റേക്ക് വന്നിട്ടുണ്ട് കുറെ വർഷം മുമ്പ്. അപ്പൊ ആ വള്ളം കിടക്കുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫിഷ് ചെയ്യാം. അപ്പോഴാണ് പാമ്പിനെ കിട്ടിയത്. ഓ ജിഗില്. ഓ നീർക്കോലിയാണെന്ന് തോന്നുന്നു. നമ്മള് ഇനി കനാലിലോട്ട് കയറാൻ പോവുകയാണ്. കനാലിലോട്ട് കയറി. ഞാൻ എടുത്ത് എന്റെ ബാഗിലുണ്ട്. ചൂണ്ടതോ പോകുന്നു ഗൈസ്. എവിടെ? എന്റെ കണ്ണില് പോലും കണ്ടുവിട്ട. ആ കണ്ട്. ഇങ്ങനെയാണ് ചൂണ്ട വർക്ക് ചെയ്യുന്നത് ഗൈസ്. എന്തോ ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി. അതായത് ട്രൈ ഇവിടെ എന്തായാലും കിട്ടും. രണ്ട് സൈഡും വീടുകളാണ് ഗൈസ്. ഭയങ്കര ഒരു നാച്ചുറൽ സ്പോട്ട്. നല്ല രസമുണ്ടല്ലോ ഇരുന്ന് അവൻ പറയുന്ന. ആണോ? വളഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് ചെയ്താൽ എടാ അങ്ങോട്ട് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, അവിടെ പോകുമ്പോൾ നോക്കാം. ഇതെന്തോ കൊള്ള വാഴയാണോ? വയലാണോ? ആ ഓ അല്ലല്ലേ. ഇവിടെ മോട്ടോർ ബോട്ട് പറ്റില്ലല്ലോ. ആ ഇവിടെ മോട്ടോർ ബോട്ട് ഇവിടെ ആ അല്ല ഇവിടെ ഫുൾ ചെറിയ മീനാ അരവിന്ദ്. കണ്ട ഈ എഡ്ജില്
ചൂണ്ട ചുമ്മാ എടുത്തിട്ടേക്ക്, ചെറിയ ചൂണ്ട ഇട്, വലുത് നമുക്ക് അപ്പുറത്ത് നിന്നറിയാം. 10 feet ഇവിടെ അറിയാൻ പറ്റില്ല. ഇതോ അവിടെ 2 പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ അവിടെ അവർക്ക് മീൻ കിട്ടി കേട്ടോ. കിട്ടി കിട്ടി. കരിമീനാ? എന്താ ഇട്ടത്? മൈദാമാവാണോ? എന്തിട്ടപ്പോഴാ കിട്ടിയ? മൈദ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്, ഞാൻ പറഞ്ഞില്ലേ മൈദ കൊണ്ടുവരെ. ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇനി നീ എങ്ങനെ ചോക്കടിച്ച് കേൾക്കണമെങ്കില്ല. അതെ, ബെയ്റ്റ്, ക്ലിക്ക് ബെയ്റ്റ്. ഇതിപ്പോ അരവിന്ദ് ഷോക്ക് അടിച്ചിരുന്ന ലൈൻ കമ്പിയിലെടുത്ത് എറിഞ്ഞില്ല. ഇവിടെ കൂടുതലും കരിമീനാണോ കിട്ടണേ? ഇവിടെ അതെ. നമ്മളിത് ഇവിടുന്ന് 2-3 പാലം കഴിഞ്ഞ് പോകുമ്പോ പാലം എത്തുമ്പോ ഇതിന്റെ അകത്തോട്ട് കയറിയിരിക്കണേ. ഡ്രോണൊക്കെ ഉണ്ട്, ബാഗിലുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ ഈ ലൈൻ കമ്പി കൂടെ, ഈ ലൈൻ കമ്പി കൂടെ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. ലൈൻ കമ്പി മാത്രമേ ഞാൻ സ്പോട്ട് ചെയ്യുള്ളൂ. അത് കുരുങ്ങി, എടാ അത് കുരുങ്ങിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? പാലത്തിന്റെ അടിയിലോട്ട് പോവുകയാണ് ഗൈസ്. എന്ത്? ഇല്ല ഇല്ല, ക്ലീൻ ആക്കി തന്നെയായിട്ട്. അതെ. എടാ നീ ഇപ്പൊ അപ്പുറത്തോട്ട് വയ്ക്കാം. ആര് കാണിച്ചേക്കുന്നു? ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഭയങ്കര സൈലന്റ്, നല്ല രസമുണ്ട്. അത് വീടായിരിക്കും. ഒരു ഫുൾ റൂഫ് ചെയ്തേക്കണല്ലേ വീട്. വീട് മൊത്തത്തിൽ റൂഫ് ചെയ്തു. ആ വീട്, ഇപ്പുറത്തെ വീട് ടൂറിസ്റ്റ് ഹോം ആൻഡ് റിസോർട്ട് ആക്കി കേട്ടത്. മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും ഇവിടെ. മെയിൻ്റനൻസ് വേണ്ടല്ലോ, അതായിരിക്കും. ഇവർ ഇതൊക്കെ ചെയ്തതിന് ശേഷം പ്ലാൻ ചെയ്തായിരിക്കും.
ഒരു പാമ്പ് തൊഴി കയറി ലെഫ്റ്റിൽ കാണുന്ന ചെറിയ തോട്ടിൽ കൂടെ കയറുമ്പോൾ എടാ ഇറങ്ങി ഞാൻ ഇറങ്ങിക്കുന്നു. നമ്മൾ ഈ ചെറിയ തോട്ടിൽ കൂടെ പോകുമ്പോ എടാ നിനക്ക് കുനിയാൻ പറ്റുമോ? ഇല്ല തിരിഞ്ഞിരി. ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിരുന്നു. അതാകുമ്പോ ഇതുവഴി പോവാ എളുപ്പമാണ്. അല്ലല്ല പോട്ടെ പോട്ടെ. ഓഹോയ് ഓഹോയ് ഓഹോയ്. അഭിഷേകേ തല്ല തല്ല. ആ കുഴപ്പമില്ല. ഓഹോയ് ഓഹോയ് ഓഹോയ്. അല്ല ഇവിടെ ഇവിടെ ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ടല്ലോ, കാണാൻ പറ്റുമല്ലേ പോണ വഴിക്ക്? ചെമ്മീൻ കെട്ട് കണ്ടടാ. ആ അതെ അതെ. നമുക്ക് ഒരു ദിവസം കൂടെ വരണമല്ലോ അപ്പം ഫിഷിങ്ങിന് വേണ്ടി. ഇവിടെയൊക്കെ ആ ഇവിടെ ആഴം കുറവാണ്, പക്ഷെ വണ്ടി വരുന്നുണ്ട്. അടുത്ത വെള്ളം ഹെവി ട്രാഫിക്. ഓ ആക്സിഡന്റ്. ജസ്റ്റിസ് ജസ്റ്റിസ്. അരവിന്ദനെ തെങ്ങ് കൊണ്ടുപോയി. പൊട്ടി പൊട്ടി. അരവിന്ദ ഏതോ ചെടി മുഖത്തിരിക്കുന്നു. നിങ്ങളെ ഒരെണ്ണം കൂടെ വരണുണ്ട്. ഇനി എത്ര ടൈം എടുക്കും നിങ്ങള് അവിടെ എത്താൻ? ഞണ്ട് കാണാനുള്ള സാധ്യത കുറവായിരിക്കും. ആണോ? ഓ മറ്റേ കറുത്ത ഞണ്ടല്ലേ? ആ ദൂരെ കാണുന്നതാണ് ചെമ്മീൻ കെട്ട്. അതിൻ്റെ അടുത്തൂടെ പോകുമോ? കാണിച്ചത് ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്. ആണല്ലേ? ഇതൊക്കെയല്ലേ ടൈഗർ പ്രോൺസിന്റെ? കൊള്ളാം കൊള്ളാം, അടിപൊളി. ഇവിടെ നല്ല വൈബ്. നിങ്ങൾ ഇവിടെ മേടിക്കാൻ കിട്ടുമോ? ചെമ്മീൻ കൃഷി ലാഭമാണോ നിങ്ങള്? ഓ ഇവിടെ വെച്ചാണല്ലേ ഷൂട്ട് ചെയ്തത്? ഓ പൊന്മാൻ സിനിമ ഷൂട്ട് ചെയ്ത ഏരിയയാണ്. സോയിസ് അല്ലേ വെള്ളം കയറി? പൊന്മാൻ മറ്റേ ബേസിലില്ല. അയ്യോ കിട്ടില്ല സിനിമയില്ല. പൊന്മാനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാ മൺട്രോത്ത്. ആ ചെമ്മീൻ കിട്ടാ രണ്ട് സൈഡ്. കോഴിയെ കൊല്ലാൻ വയ്യ, അച്ഛന് വിഷമം വന്നു കോഴിയെ കൊല്ലാൻ. എന്നിട്ടാ ബ്രോയിലർ കോഴി ഫാം തുടങ്ങിയത് ഇത് അച്ഛൻ.
എടാ അത് പിടി, തടഞ്ഞു നിർത്ത്. അതിന്റെ തല ബോട്ടിന്റെ നമ്പർ ഉണ്ടല്ലേ? ആണല്ലേ? അതെ അതെ, ടാക്സും അതെന്നൊക്കെ പറഞ്ഞു പോകും. മോട്ടോർ അല്ലാത്തതിനൊക്കെ ടാക്സ് വാങ്ങിക്കണം, വല്ലാത്ത കഷ്ടം. അതെ അതെ അതെ. ഇത് മാൻഗ്രൂവ് അല്ലല്ലോ, മാൻഗ്രൂവ് അപ്പുറത്തോട്ടെ. ഉണ്ട് ആണല്ലേ? എല്ലാരും കൂടെ ചെല്ലണം. പഞ്ചായത്തോട്ട് പോകുമല്ലോ, അങ്ങനെ കുറെ വെള്ളം ഇല്ല. ഇതിപ്പോ ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ആളൊക്കെ? അയ്യോ, വേണ്ടടാ, ചെമ്മീൻ കിട്ട് തൊട്ടടുത്ത് വേണം. അതിന്റെ ചെമ്മീൻ കിട്ട് നോക്കണ, ചെമ്മീൻ കിട്ടുണ്ടോ? ഈ കാണുന്നു. ടൈഗർ പ്രോൺസ് നല്ല റേറ്റ് ഉണ്ട്. കിലോ കണക്കായിട്ടാണ് എടുക്കണല്ലേ ആൾക്കാർ? അല്ല നമുക്കിപ്പോ ഒന്ന് മേടിക്കാൻ പറ്റുമോ? കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പൊ മേടിക്കാൻ പറ്റും? ഒരു സമയമുണ്ടെന്നോ ആണ്. വൈബുള്ള സ്ഥലം അല്ലേ? ആ ഒരു ലൈറ്റ് റേസ് ഒക്കെ വരുന്നുണ്ടോ? ഗോൾഡൻ റേസ് നല്ല ഭംഗിയുണ്ട്. ഗോൾഡ് റേസ് നല്ല ഭംഗിയുണ്ട്. ആ ഇത് എടാ ഞാൻ മൊബൈലിൽ ഇവിടെ പാമ്പ് വരില്ലല്ലോ. ഒരെണ്ണം അടിച്ചിട്ട് സ്ലിപ്പായി പോയി. അഡ്വഞ്ചർ പെർസോണയാണോ? അയ്യോ ഗൈസ്, അത് നല്ലതാ ഉള്ളൊരു നീ ഇറങ്ങിയല്ലേ? ഒരുത്ത വെള്ളത്തിൽ പോയത്. ആ ഇനി അറിഞ്ഞോ? എടാ ഇത് ആഴമുള്ള സ്ഥലത്തോട്ട് പോയില്ലേ? ആ അതുണ്ടോ, കണ്ടിൽ കാടുകളുണ്ടോ ഗൈസ്? ഇനി നമുക്കൊന്ന് ഡ്രോൺ ഒന്ന് പറത്തി നോക്കിയാലോ? കൈ പൊക്കി. ഇല്ല ചെറുതായിട്ട് മുറിഞ്ഞു. നല്ലോണം അനുഭവിക്കുമ്പോൾ സൈഡ്
കൈ മുറിഞ്ഞ കൈ ഡ്രോണും ഉണ്ട്, ഡ്രോണിൻ്റെ ലീസും ഉണ്ട്. ഇവിടെ വെക്കും. ബോട്ട് മൂവിങ് വേണ്ട, മുന്നോട്ട് വന്നത്. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രോൺ ഷോട്ട്സ്? നല്ല കിടില ഷോട്ട്സ് അല്ലേ? ഇപ്പം മണി എത്രയാടാ ടൈം? 6:20 ആയിട്ടുണ്ട്. അത്യാവശ്യം ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫിൽറ്റർ ഒന്നും മതി. വിളിച്ചുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഷോട്ട്സ് അതായിരുന്നു. കൈ തുറന്നിട്ടുണ്ട് ഗൈസ്. അത് ഈ ഡ്രോൺ എടുത്തപ്പോൾ കാറ്റടിച്ച് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ കയ്യിൽ അങ്ങോട്ട് വെച്ചുകൊണ്ട് കുഴപ്പമില്ല, ഫേസിലൊന്നും തട്ടിയില്ല, എന്തായാലും സേഫാണ്. ആദ്യം ഈ ഡ്രോൺ ഇതേപോലെ ടെസ്റ്റ് ചെയ്തതായിരിക്കുന്ന മുതലാണ് അരവിന്ദ്. അവൻ്റെ കയ്യിൽ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്ത ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്വാഭാവികം. ഗൈസ് നമ്മൾ ഇനി തിരിച്ച് നമ്മൾ ബോട്ട് കയറിയ സ്ഥലത്തോട്ട് പോയി നമ്മൾ കാറിട്ടിരിക്കുന്ന ഇവിടെ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഇപ്പം പിന്നെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. പക്ഷേ നമ്മൾ നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും വീണ്ടും. അന്ന് കുറച്ച് ഫിഷിങ് കുറച്ച് നേരത്തെ വന്നിട്ട് കൂടുതൽ ടൈം ഇവിടെ വന്ന് ചെയ്യുന്നതായിരിക്കും. ഇത് എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട്? പുളിയില്ലേ അരുവത്തെ? സ്ഥലം എങ്ങനെയുണ്ടാ? തിരിഞ്ഞു എന്ന് പറയടാ. അതെ, ഇത്തവണ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരണം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് നമ്മൾ നേരത്തെ വരും. കിട്ടില്ല സ്ഥലം. അപ്പോൾ നമുക്കിനി കാർ എടുക്കുന്ന ഇങ്ങോട്ട് പോവാം. നല്ല വൈബ് സ്ഥലം, എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ നേച്ചർ ബ്യൂട്ടി. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഇവിടെ നല്ല ഇരുട്ടായി. നമ്മളിതാ വണ്ടി ഇട്ട സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. നമ്മൾ വേറൊരു ദിവസം കൂടെ വരും ഇങ്ങോട്ട്, കാരണം ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം സോ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പോയ വള്ളത്തിൻ്റെ ആളുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ അങ്കിളത്ത് കിട്ടില്ല പോയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പറയുന്ന സ്ഥലത്തെല്ലാം നിർത്തി വളരെ കാമായിട്ട് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. സോ നമ്മൾ ഇനി വരുമ്പോഴും പുള്ളീനായിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ വരുമ്പോഴും കോൺടാക്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് നമുക്ക് തന്നത്. 1200 രൂപ അടുപ്പിച്ചേ ഉള്ളൂ. അത്യാവശ്യം എല്ലാ സ്ഥലത്തും പോയി. ഇനിയും കുറേ സ്ഥലത്ത് പോകാനുണ്ട്. സോ നമ്മൾ ഇനിയും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും see you. Bye guys.